ഹായ് ഫ്രണ്ട്സ്, വേസ്റ്റ് ഗേറ്റ് ടർബോചാർജറിൻ്റെ ഡിസ്മാൻറ്റ്ലിംഗ് ആൻഡ് അസംബ്ലിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ടർബോചാർജർ ഡിസ്മാൻറ്റിൽ ചെയ്യാൻ വേണ്ടി ആദ്യം എയർ കംപ്രസർ സൈഡിലുള്ള 4 10-ൻ്റെ ബോൾട്ടുകൾ അയക്കണം. നമുക്കതിനൊരു 10-ൻ്റെ ചെറിയ സ്പാനർ മതിയാവും. ബോൾട്ടുകൾ ഓരോന്നായിട്ട് അഴിച്ചു മാറ്റാം. ഓരോ ബോൾട്ടുകളായിട്ട് അഴിച്ചു മാറ്റാം. ഈ ബോൾട്ടുകൾ അഴിച്ചു കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വേറ്ററിൻ്റെ ഡയഫ്രം യൂണിറ്റിലേക്കുള്ള പൈപ്പാണ് അഴിച്ചു മാറ്റേണ്ടത്. ആദ്യം പൈപ്പ് അഴിച്ചു മാറ്റാം. പൈപ്പ് അഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കേസിങ് ഒരു വുഡൻ ഹാമർ കൊണ്ടോ മരക്കഷ്ണം കൊണ്ടോ അഴിച്ച് മാറ്റാം. ഇപ്പോൾ കേസിങ് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. കംപ്രസർ വീല് കേസിങ് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കംപ്രസർ വീല് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് കംപ്രസർ വീല്. അതിൻ്റെ മുകളിൽ ഓറിങ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കംപ്രസറിൻ്റെ മുകളിലുള്ള ഓറിങ് സർവീസ് ചെയ്യുന്ന സമയത്ത് ഓറിങ് നിർബന്ധമായി മാറ്റേണ്ടതാണ്. ഇനി ടർബൈൻ വീലിൻ്റെ ഭാഗത്ത് 3 10-ൻ്റെ ബോൾട്ടുകളുണ്ട്. അത് നമുക്ക് അത് അഴിച്ചു മാറ്റാം. ഓരോന്നോരോന്നായിട്ട് അഴിക്കാം. ഇത് അഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്രസർ വീലും ടർബൈൻ വീലും ഉള്ള ഒരു സെൻട്രൽ പോർഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ സെൻട്രൽ പോർഷൻ നമുക്ക് എക്സോസ്റ്റിൻ്റെ അകത്തുനിന്ന് വേർപെടുത്തിയെടുക്കാനും സാധിക്കും. ഈ കാണുന്നതാണ്. നമുക്കിത് കംപ്രസർ വീല് ചെറുതായൊന്ന് കറക്കി നോക്കാം. കംപ്രസർ വീൽ കൈവച്ച് കറക്കി നോക്കാം. അതിനുശേഷം ബിയറിങ്ങിൻ്റെ പ്രവർത്തനം ഓക്കെ ആണെന്ന് നോക്കാം. ഇവിടെ ലൂബ്രിക്കേഷൻ ഓയിൽ ഹോള് ചെക്ക് ചെയ്യുക. അതിൻ്റെ പുറമേയുള്ള ഗാസ്കറ്റ് നമ്മൾ മാറ്റേണ്ടതാണ്. അതുപോലെ ഓയറിങ്ങും ഗാസ്കറ്റാണ് നമ്മൾ മാറ്റേണ്ടത്. ഇനി ഇത് അസംബിൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ 3 ഹോളുകൾ കാണാം. 2 ഹോളുകൾ അടുത്തടുത്താണ്, മറ്റൊരു ഹോൾ കുറച്ച് ദൂരെയാണ്. അത് ശരിയായി ചേർത്ത് വെച്ച് ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്യാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബോൾട്ടുകൾ അതിൻ്റെ അകത്തേട്ട് ടൈറ്റ് ചെയ്യാം. 3 ബോൾട്ടുകൾ ഇട്ട് വെച്ചതിന് ശേഷം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പാനർ ഉപയോഗിച്ച് ഒന്നുകൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ഗേറ്റാണ് ഇപ്പോൾ കാണുന്നത്. വേസ്റ്റ് ഗേറ്റ് അടഞ്ഞിരിക്കുന്നു. കംപ്രസർ വീല് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ബ്രാക്കറ്റ്. ഈ ഹോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും, എവിടെ വെച്ച് വേണമെങ്കിലും ഫിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബ്രാക്കറ്റും ഈ കേസിൻ്റെ ഹോളും ഒരുപോലെയാണോ വരുന്നത് നോക്കണം. അതുപോലെ ആ പൈപ്പ് ഇവിടെ കാണിച്ചിരിക്കുന്ന പൈപ്പിൻ്റെ ഫിറ്റിങ്ങും കറക്റ്റാണോ നോക്കണം.
രണ്ട് ബ്രാക്കറ്റും അതിൻ്റെ ഹോളുകളായിട്ട് കേസിൻ്റെ ഹോളുകളായിട്ട് ചേർന്നിരിക്കണം. അതുപോലെ പൈപ്പ് അതുമായിട്ട് ചേർന്നിരിക്കണം. ആ രീതിയിൽ വെച്ചതിന് ശേഷം മാത്രം ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്യുന്ന സമയം ചേർത്ത് വെക്കുക, നന്നായിട്ട് ചേർത്ത് വെക്കുക. പിന്നെ ഒരു വുഡൻ പീസ് കൊണ്ട് നന്നായി ടൈറ്റ് ചെയ്യുക. പൈപ്പ് ജോയിൻ ചെയ്യുക. പൈപ്പ് ജോയിൻ ചെയ്തിട്ട് ബ്രാക്കറ്റിനകത്തേക്ക് ബോൾട്ട് ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് അസംബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓരോ ബോൾട്ടും കൈകൊണ്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് സ്പാനർ ഉപയോഗിച്ചിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. നാല് ബോൾട്ടുകൾ ഫിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.